പുണ്യമായ റജബിന്റെ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ പവിത്രത മുഴുവനും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് എന്ന് നമുക്കറിയാം. പവിത്രമായി റജബിന്റെ ദിനങ്ങൾക്ക് മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് നമ്മളോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞതും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ദുആ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ആ പവിത്രതയുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ റഹ്മത്തിനെ അല്ലാഹു തആല അവിടുത്തെ ബറക്കത്തിന് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കുന്ന മാസമായതുകൊണ്ടാണ് പരിശുദ്ധമായ റജബിൽ അല്ലാഹു തആല ഇത് ചോദിക്കണമെന്ന് പ്രവാചകരിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ബറക്കത്ത് അല്ലാഹു തആല കൊടുക്കുന്ന 2 മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് അല്ലാഹുവിന്റെ പവിത്രമായ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, നമ്മുടെ മക്കളിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, നമ്മുടെ സമ്പത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ മക്കളെ കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ ഒരിക്കലും നമുക്ക് പ്രയോജനമില്ല എന്നതാണ്. ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് അധികാരമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവിടെ നിന്നെല്ലാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദേ സമാധാനമില്ല. പടച്ചവനെ, പടച്ചു തമ്പുരാൻ ഒരുപാട് മക്കളെ എനിക്ക് തന്നിട്ടുണ്ട്. എന്നാ പല ഉമ്മമാരും അവിടുന്ന് പറയുന്നുണ്ട്, ഉസ്താദേ മക്കള് നന്നാകാനൊന്ന് ദുആ ചെയ്യണേ, മക്കള് നമസ്കരിക്കാനും നോമ്പ് നോൽക്കാനും നന്മകൾ ചെയ്യാനും അവിടുന്ന് ദുആ ചെയ്യണമെന്ന്. അല്ലാഹുവേ പടച്ചവനെ, ഞാനും നിങ്ങളും അവിടുന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? ഈ പരിശുദ്ധമായ ബറക്കത്ത് നിന്റെ മക്കളിൽ അല്ലാഹു തആല തന്നിട്ടില്ല. അല്ലാഹു തആല നിന്റെ മക്കളിൽ അല്ലാഹു തആല റഹ്മത്ത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ദുആ ചെയ്യാൻ പറയേണ്ടി വരുന്നത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റജബിന്റെ ഈ പുണ്യമായ ദിനം നമുക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല ബറക്കത്തിന് വേണ്ടി മാറ്റി വെച്ചെങ്കിൽ, ഇതാ ഈ വരുന്ന പരിശുദ്ധമായ കടന്നു വന്നിരിക്കുന്ന റജബും വരാനിരിക്കുന്ന ശഅബാനും നമുക്ക് പടച്ചു തമ്പുരാനോട് ബറക്കത്തിന് ചോദിക്കാനുള്ള മാസമാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒഴിവാക്കില്ലേ എൻ്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിനോട് ചോദിക്കണം നമ്മൾ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ പരിശുദ്ധമായ റജബിലും ശഅബാനിലും അല്ലാഹ് നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് നമ്മൾ കരഞ്ഞുകൊണ്ട് ചോദിക്കണമെന്ന് അതാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധമായ റജബിൽ നമുക്ക് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അത് 5 വഖത്ത് നമസ്കാരമാണ്. അല്ലാഹു തആല നമസ്കാരത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മോനെ നമസ്കാരം ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ജീവിതത്തിൽ നിസ്കാരം ഇല്ല എങ്കിൽ നിന്റെ ജീവിതം അവിടുന്ന് തകർന്നു പോകുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് നമ്മോട് പറയുന്നുണ്ട്, 5 വഖത്ത് നമസ്കാരം എന്ന് പറയുന്നത് അസ്സലാത്തു ഇമാദുദ്ദീൻ, അത് ദീനിന്റെ തൂണാണെന്ന് പ്രവാചകരാ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ആ നമസ്കാരത്തെ നിലനിർത്തിയാൽ അല്ലാഹുവേ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവൻ ദീനിനെ നിലനിർത്തിയവനാണ്. ആരാണ് പരിശുദ്ധമായ നമസ്കാരത്തെ ഒഴിവാക്കുന്നത്? അവൻ അല്ലാഹുവിന്റെ ദീനിനെ പൊളിച്ചു കളഞ്ഞവനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? പേരിൽ മുസ്ലിമാണ്, നമ്മുടെ കുടുംബം മുസ്ലിമാണ്, നമ്മുടെ ജീവിതശൈലി മുസ്ലിമീങ്ങളെ പോലെയാണ്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് മോനെ മുസ്ലിം എന്ന് പറയണം. അത് നമസ്കാരമില്ലാത്തവൻ, നോമ്പില്ലാത്തവൻ, സക്കാത്തില്ലാത്തവൻ എങ്ങനെയാണ് മുസ്ലിമാണെന്ന് പറയുന്നത്? അല്ലാഹുവേ, മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാർ അത് അവിടുന്ന് റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? നമസ്കാരം ഒഴിവാക്കി നടക്കുന്നവന് താരിഖ് സ്വലാത്തിനെ കുറിച്ചാണ് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, ആ മനുഷ്യന് വേണ്ടി ഖബർ കുഴിക്കുകയാണ്. ആ മനുഷ്യന് വേണ്ടി ഖബർ കുഴിച്ചു. ആ കുഴിച്ച ഖബറിനകത്ത് വല്ലാത്ത സർപ്പമാണ്. കണ്ടാൽ പേടിക്കപ്പെടുന്ന, കാണാൻ പടച്ചുറപ്പേ കണ്ടു കഴിഞ്ഞാൽ കണ്ണങ്ങ് തള്ളിപ്പോകുന്ന രീതിയിൽ, നമുക്കൊരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിൽ ശക്തമായ സർപ്പങ്ങൾ വീണ്ടും അടുത്ത ഖബർ കുഴിച്ചു. അവിടെയും ഇതേപോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഖബറങ്ങ് കുഴിച്ചിട്ട് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ പടച്ചുറപ്പേ ഭീമാകാരമായ സർപ്പങ്ങൾ ഇങ്ങനെ പുറപ്പെടുകയാണ്. അല്ലാത്ത സർപ്പം ഇങ്ങനെ പുറപ്പെടുന്നു. പടച്ചവനെ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. അങ്ങനത്തെ പാമ്പുകളും തേളുകളും പടച്ചവനെ പുറപ്പെടുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ഖബറും അവിടുന്ന് കുഴിക്കുകയാണ്. അപ്പോഴും ഇതുപോലെ തന്നെ പാമ്പുകളാണ്, തേളുകളാണ്. അതാ മഹാന്മാരായ മഹത്തുക്കളുടെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, എന്താണ് ഈ സംഭവം എന്ന് ചോദിക്കുകയാണ്. അവിടെ ബന്ധപ്പെട്ടവരെ വിളിക്കുന്നു, എന്താണ് ഇദ്ദേഹത്തിന്റെ ജീവിതശൈലി? ആ സമയത്താണ് പറയുന്നത്, നമസ്കാരത്തെ ഒഴിവാക്കിയവനാണ്, നമസ്കാരത്തെ ഒഴിവാക്കിയവനാണ്, നമസ്കാരത്തെ ഒഴിവാക്കിയവനാണ്. ഇവന് ഒരിക്കലും തന്നെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നതാ അവിടെ നിന്ന് പറയുമ്പോൾ ആകുവേ പടച്ചവനെ അവിടെ നിന്ന് പറയാണ്, നമസ്കാരത്തെ ഒഴിവാക്കിയവനാണെങ്കിൽ ഏത് നിങ്ങൾ അവനക്ക് വേണ്ടി ഖബർ കുഴിച്ചാലും ഇതുപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു. അവിടുന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മഹത്തുക്കൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എവിടെയാണ് ഇദ്ദേഹത്തെ മറവ് ചെയ്യാൻ നിങ്ങൾ കുഴിക്കുന്നത്, അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചോളൂ, എന്നിട്ട് അവിടെ ഖബറടക്കൂ എന്ന് അതാവിടുന്ന് മഹത്തുക്കൾ പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് പഠിച്ചവനെ ആ പാമ്പുകളും തേളുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഖബറിൽ അദ്ദേഹത്തെ അടച്ചു. എന്തേ ചെയ്തിട്ടുള്ളത്? ജീവിതത്തിൽ നമസ്കാരം ഉപേക്ഷിച്ചവനാണെന്ന്. താരിഖ് നമസ്കാരം ഒഴിവാക്കി കളഞ്ഞവനാണ്. അതുകൊണ്ട് അല്ലാഹു തആല കൊടുത്ത ശിക്ഷയാണിത്. ദുനിയാവിൽ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് നമസ്കാരത്തിന്റെ ശിക്ഷ. അവിടുന്ന് ദുനിയാവിൽ തന്നെ കാണിച്ചു കൊടുക്കാൻ. അല്ലാഹുവേ പടച്ചവനെ, നമസ്കാരം നിലനിർത്താനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഏറ്റവും നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ മഅ്ശറ വൻസഭയിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ചോദിക്കുന്നത് അത് നമസ്കാരത്തെ കുറിച്ചിട്ടാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിന്ന് ദുനിയാവിന്റെ കാര്യങ്ങളാണ് നമുക്ക് വലുത്. നമുക്കിന്ന് ദുനിയാവിന്റെ ഓരോ മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമസ്കാരത്തിന്റെ സമയമായാൽ നമുക്ക് ശ്രദ്ധയില്ല. നമ്മളതിന് ഞാനും നിങ്ങളും അവഗണിക്കുന്നവരാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമസ്കാരം അല്ലാഹു തആല നാളെ പടച്ച റബ്ബ് ആദ്യം ചോദിക്കും, എന്തായിരുന്നു നിന്റെ നിസ്കാരം, എങ്ങനെയായിരുന്നു നിന്റെ നിസ്കാരം? നിസ്കാരത്തിന്റെ കണക്ക് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരും. അല്ലാഹുവേ, പരിപൂർണമായി നമസ്കാരം നിർവഹിക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.
അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഖലാ വീട്ടും അല്ലേ? നൂറ് ഖലാ ആയി നമ്മൾ ഖലാ വീട്ടാറുണ്ട്. സത്യം പറഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ആ ഖലാ വീട്ടിൽ കൊണ്ട് നമസ്കരിച്ചില്ല എന്നുള്ളൊരു കുറ്റം ഒഴിവാകും. പക്ഷെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, മോനെ എന്തുകൊണ്ടാണ് നീ ഖലാ ആക്കിയത്? എന്തുകൊണ്ടാണ് നീ ഖലാ ആക്കിയത്? അതിലുള്ളൊരു ശിക്ഷയുണ്ട് മോനെ. അത് ന്യായമായിട്ടില്ലെങ്കിൽ അതിന്റെ പല പല ചോദ്യങ്ങൾ. നിനക്ക് നിസ്കാരല്ലേ വലുത്? നിനക്ക് നീ പറയും, പഠിച്ചോനെ എന്റെ മോളെ കല്യാണമായിരുന്നു, പഠിച്ചോനെ എന്റെ മോന്റെ കല്യാണമായിരുന്നു, പഠിച്ചോനെ എന്റെ വീട് കുടിയിരുത്തമായിരുന്നു, പഠിച്ചവനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞത് കൊണ്ട് ഞാനും നിങ്ങളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു തആല ആദ്യം നമ്മോട് കൽപ്പിച്ച് നമസ്കരിക്കണേ എന്നാണ്. എന്നിട്ട് മതി മക്കളെ ദുനിയാവിന്റെ തൊലിക്കുമുള്ള ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് അല്ലാഹു തആല നമ്മോട് പറഞ്ഞതാണ്. നമ്മുടെ ഉടമ എന്നോടും നിങ്ങളോടും പറഞ്ഞതാണ്. ഉടമ പറഞ്ഞത് അടിമ ചെയ്യുക എന്നത് അടിമയുടെ കടമയാണല്ലോ. നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്, നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് ആ യജമാനനായ പടച്ച തമ്പുരാൻ എന്നോടും നിങ്ങളോടും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പല ആളുകളും ചെയ്യും, ഇപ്പൊ ളുഹർ ബാങ്ക് വിളിച്ചു, ഇപ്പൊ ളുഹറിന്റെ സമയം, നിസ്കരിക്കേണ്ട സമയം. ഇനി അസ്ർ ബാങ്ക് വിളിക്കും ഒരു 3:45 ആ സമയമാവുമ്പേക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 3:30 നമ്മൾ വുളൂ ചെയ്തിട്ട് ളുഹർ നിസ്കരിക്കും. അത് ഹറാമാണെന്ന് ഞാൻ പറയില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം അതായത് കൊണ്ട് ചിലപ്പോൾ ചെയ്തു വരും. എന്നിട്ട് നമ്മൾ ളുഹറും അസ്റും ആ ഒരു സമയത്തേക്ക് ഒറ്റ പ്രാവശ്യം ഒന്നുണ്ടാക്കിയാൽ മതി, ഒറ്റ പ്രാവശ്യം ഒരുങ്ങിയാൽ മതി. ഇങ്ങനെ ജീവിതം ഓരോ ദിവസവും ഇതുപോലെ തന്നെ നിസ്കാരത്തെ കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഏറ്റവും ഉത്തമമായ നമസ്കാരം എന്ന് പറയുന്നത് അത് ആദ്യ സമയത്ത് അതിന്റെ അവ്വല് വഖ്തിൽ നമസ്കരിക്കാനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ഉത്തമമായത് അവ്വല് വഖ്തില്ലാതെ സമയത്ത് തന്നെ നമസ്കരിക്കലാണ്. ആദ്യ വഖ്തിൽ നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. ഒരു ദിവസത്തിൽ മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, ഒരു ദിവസത്തിൽ അവന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നുണ്ട്. എപ്പോഴാ ഉയർത്തുന്നത്? അല്ലാഹുവിലേക്ക് എപ്പോഴാണ് ഉയർത്തുന്നത്? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓരോരുത്തരുടെയും അമലുകൾ അല്ലാഹു തആല വാനലോകത്തേക്ക് ഉയർത്തുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഓരോ ദിവസവും അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, അസ്ർ നമസ്കാരം അവിടുന്ന് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെ നിന്ന് പറയുന്നു, നമ്മുടെ ഓരോ അമലുകളും അതാ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ്. അല്ലാഹുവിലേക്ക് ഉയർത്തും. എപ്പോ? ഓരോ ദിവസവും ഉയർത്ത്. മഗ്രിബ് കഴിഞ്ഞ്, ഇശാ കഴിഞ്ഞ്, സുബഹി കഴിഞ്ഞ്, അല്ലേ? ഇതെല്ലാം അല്ലാഹു തആല രേഖപ്പെടുത്തും. എന്നിട്ട് ളുഹർ അസ്റോട് കൂടെ അല്ലാഹു തആല നിന്റെ അന്നത്തെ അമൽ, ദിവസത്തെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമസ്കാരത്തെ ഒരിക്കലും തന്നെ ഒഴിവാക്കരുത്. നമ്മുടെ ആഖിബത്ത് അവിടെ നിന്ന് മോശമായി പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ,
അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് മരണത്തിന്റെ ആസന്നമായി കിടക്കുന്നുണ്ട് നബിയേ, നിങ്ങളൊന്ന് ഓടി വരുമോ? അദ്ദേഹം വല്ലാത്ത പ്രയാസത്തിലാണ്, വേദനയിലാണ്, നിങ്ങളൊന്ന് കടന്നു വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവിടുന്ന് പടച്ചവനെ ഓടിപ്പോവുകയാണ് ഈ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക്. റസൂലുള്ള നേരെ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ പടച്ചവനെ സക്കറാത്തിന്റെ ഹാലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്തു പറ്റി? റോട്ടിലേക്ക് വഴിയിലേക്ക് വരെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വലിക്കുന്ന ശബ്ദം, നമ്മൾ പറയുന്ന സക്കറാത്തിന്റെ വലി, ഈ വലിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മനസ്സങ്ങ് വല്ലാതെ വേദനിച്ചു പോയി. റസൂലുള്ളാഹി ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ ചുവക്കുന്നുണ്ട്, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. എന്തോ കണ്ടിട്ട് പേടിച്ചതുപോലെ റസൂലുള്ളാഹി പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്തുണ്ട്. സ്വഹാബത്ത് അവിടുന്ന് റസൂലുള്ളാഹിന്റെ കൂടെ പുറത്തിറങ്ങി. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ ദുആ ചെയ്യാൻ വന്നതല്ലേ? നമ്മള് ദുആ ചെയ്യാൻ കടന്നു വന്നവരല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചെറുപ്പക്കാരന്റെ പേര് ദുആ ചെയ്യാതെ പുറത്തേക്ക് കടന്നു വന്നത്? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ ജിബ്രീലിനെ കണ്ടു, ഞാൻ അസ്റായീലിനെ കണ്ടു. അസ്റായീലിന്റെ കോലം കണ്ടിട്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി സ്വഹാബത്തെ. എന്താണ് അസ്റായീലിന്റെ കോലം എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, വല്ലാത്ത ദുർഗന്ധമുണ്ട് അസ്റായീലിന്, കണ്ടാൽ പേടിയാവുകയാണ്, കറുത്തിരുണ്ട ശരീരമാണ്. അല്ലാഹുവേ, ചെവിയിലൂടെ ദ്വാരങ്ങളിലൂടെ എല്ലാം തീജ്വാലകൾ ഉയരുന്നതാണ്. അങ്ങനത്തെ നഖങ്ങളെല്ലാം നീണ്ട്, തേറ്റകളെല്ലാം നീണ്ട്, വല്ലാത്ത മുടിയും ചടക പിടിച്ച മുടിയുമായിട്ട്, കറുത്തിരുണ്ട ശരീരമായിട്ട്, മുഖത്തേക്ക് നോക്കിയാൽ പേടിയാകുന്ന കോലത്തിൽ അസ്റായീൽ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ മുമ്പിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാണ്. ഞാൻ ദുആ ചെയ്യാൻ കരങ്ങൾ ഉയർത്തിയപ്പോൾ അസ്റായീൽ പറയുന്നു, ദുആ ചെയ്യേണ്ട നബിയെ, പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കില്ല, പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവനാണ്. അസ്റായീലോട് ചോദിക്കുന്നുണ്ട്, അസ്റായീലേ, നീ ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാനല്ലേ കടന്നു വന്നിട്ടുള്ളത്? നിനക്കൊരു മയത്തിൽ പിടിച്ചുകൂടെ, ഒരു മയത്തിൽ വന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, ഇവന്റെ റൂഹിനെ ഞാൻ ഇങ്ങനെ പിടിക്കൂ നബിയേ, ഇവന്റെ റൂഹിനെ ഞാൻ ഇങ്ങനെ പിടിക്കൂ നബിയേ. കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, പടച്ചവനെ, ഇവൻ നിസ്കാരത്തെ ഉപേക്ഷിച്ചവനാണ്. നിസ്കാരത്തിന്റെ സമയത്തിൽ വിട്ടുബന്ധിച്ചിട്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കാറില്ല. അങ്ങനെ നടക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയും കൊടുക്കാറില്ല. അവന്റെ റൂഹിനെ പിടിക്കുന്ന സമയമാണ്. അവസാനം കലിമ ചൊല്ലാൻ കഴിയാതെ ചെറുപ്പക്കാരൻ ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്നെ പ്രിയമുള്ളവരെ, ചരിത്രം നമ്മെ പഠിപ്പിക്കുക. എന്ത് കോലത്തിന് അസ്റായീൽ വരിക. നമ്മളെ കാര്യങ്ങളും നമ്മുടെ പഠനവും നമ്മുടെ ജോലിയും എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ എന്റെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ നിസ്കാരമുള്ളൂ, അല്ലേ? നമുക്കൊക്കെ നിസ്കാരമുള്ളൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ പരിശുദ്ധമായ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചകത്തേക്ക് കുത്താൻ വേണ്ടി വിഷത്തിലൂട്ടി വെച്ച കത്തിയുമായിട്ട് അബൂ ലുഅലത്ത് എന്ന് പറയുന്ന
അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഇസ്ലാമിന്റെ മജൂസിയായ അടിമയായ ശത്രു, ആ ശത്രു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചകത്തേക്ക് കുത്താൻ ഏതൊക്കെയോ സമയത്ത് കാത്തുവെച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ. ആ സമയത്തൊന്നും ഉമർ തങ്ങൾ അവിടെ നിന്ന് കുത്താൻ ധൈര്യമില്ല. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ ധൈര്യമില്ല. പടച്ചവനെ പിന്നീട് മനസ്സിലാക്കിയതാണ്, പിന്നീട് മനസ്സിലാക്കിയൊരു സമയം ഏതാണ് പടച്ചറബ്ബേ? പിന്നീട് മനസ്സിലാക്കിയൊരു സമയം എപ്പോഴാണ് അല്ലാഹുവേ പടച്ചവനെ ഉമർ തങ്ങളൊന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുക? ഏതാ സമയം? അവിടുന്ന് തെരഞ്ഞെടുത്തു നമസ്കാരത്തിന്റെ സമയമാണ്. കാരണം ആ നമസ്കാരത്തിലേക്ക് കിടക്കുമ്പോൾ നമസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പടച്ചവനെ എന്തോ ഒരു വിനയമെന്നറിയോ, കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. പടച്ചവനെ മുഖത്താ ഗാംഭീര്യമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കേട്ടാൽ അന്നും അറേബ്യൻ സമൂഹം മുഴുവനും പേടിക്കുമായിരുന്നു. ശത്രുക്കൾ മുഴുവനും ഉമർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓടിപ്പോകുമായിരുന്നല്ലോ. എന്നാലോ പടച്ച തമ്പുരാനെ, ഉമർ തങ്ങൾ അത്രത്തോളം നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചത് കൊണ്ടാണത്. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റുകൊണ്ട് കിടക്കുമ്പോൾ അല്ലാഹുവേ പടച്ച റബ്ബേ, ഉമർ തങ്ങൾ ഇങ്ങനെ എണീറ്റുകൊണ്ട് ചോദിച്ചത് എന്താ? നിസ്കാരം എന്തായി? നിസ്കാരം പൂർത്തിയാക്കിയോ? കാരണം ഇമാമായിരുന്നു. ആ സമയത്താണ് കുത്തേറ്റത്. ആ സമയത്താണ് സ്വഹാബത്ത് ഉമർ തങ്ങളെ മാറ്റി നിർത്തി പിടഞ്ഞുകൊണ്ട് മിഹ്റാബിന്റെ ഉള്ളറയിൽ പിടഞ്ഞു വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വഹാബത്ത് മറ്റുള്ളവർ കയറി നിന്നത്. അങ്ങനെ മറ്റുള്ളവർ കയറി നിന്നു. നിസ്കാരം അവിടെ പൂർത്തിയാക്കി. ഇത് കഴിഞ്ഞിട്ട് ഉമർ തങ്ങൾ ചോദിക്കാണ്, ബോധക്കൾ തെളിഞ്ഞപ്പോ, നിസ്കാരം എന്തായി? പടച്ചോനെ, നമുക്കൊരു തലവേദന വന്നാൽ നമുക്ക് നിസ്കാരത്തിൽ പിന്നെ ശ്രദ്ധ കിട്ടുന്നില്ല. ഒരു പനി വന്നാ പിന്നെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല. നമുക്കൊരു മുട്ടുവേദന വന്ന് നമുക്ക് നിസ്കരിക്കാൻ കഴിയും, നമ്മളിങ്ങനെ ഇരിക്കും. പിന്നെ പടച്ചോനെ, നിസ്കരിക്കങ്ങനെ ഇരുന്നിട്ടും കടന്നിട്ടും ഒരു കാലിന് സുഖത്തൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെയല്ലേ നമ്മളെ അവസ്ഥ? ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെ. നമുക്കൊരു ക്ഷീണം വന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അശ്രദ്ധ കാണിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നിസ്കരിക്കാത്ത മനുഷ്യന് പരിശുദ്ധമായ ഇസ്ലാമിൽ എന്റെ പ്രിയമുള്ളവരെ ഒരു സ്ഥാനവുമില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സുബ്ഹി നമസ്കാരത്തിൽ കുത്തേറ്റു. ഉമർ തങ്ങൾ ഇങ്ങനെ നിരത്ത് വീണ് കിടക്കാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഞാനും അതേപോലെ തന്നെ അൻസാരികൾ ചിലരും ചേർന്നുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ താങ്ങിയെടുത്തിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുത്തേറ്റ് കിടക്കുന്ന ഉമർ തങ്ങളെ പിടിച്ചിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുണ്ട്, അതേപോലെ തന്നെ അൻസാരികളിൽപ്പെട്ട ചില സ്വഹാബത്തുണ്ട്. കുത്തേറ്റ് ഉമർ തങ്ങളെ പിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ പ്രഭാതം ഇങ്ങനെ പുലരുന്നത് വരെ അദ്ദേഹം ബോധരഹിതനായി കിടക്കുകയാണ്. ആരോ പറഞ്ഞിട്ടുണ്ട്, ഉമർ തങ്ങളുടെ ചെവിക്കകത്ത് നമസ്കാരത്തെ നിങ്ങളങ്ങ് ഓർമ്മപ്പെടുത്തി നോക്കൂ. ഉമർ തങ്ങളുടെ മുഖം ചെവിയുടെ അടുത്ത് പോയിട്ട് നിസ്കാരത്തെ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തോ. അല്ലാഹുവേ പടച്ച റബ്ബേ, ആര് വിളിച്ചിട്ടും അവിടുന്ന് ആര് ശ്രദ്ധിച്ചിട്ടും ഉണരാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചാടി എണീക്കാണത്രേ. തന്റെ കുടൽമാല ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് ചോദിക്കാണ്, നിസ്കാരം എന്തായി? ആ സമയത്ത് പടച്ച റബ്ബേ, എണീക്കാൻ
നിൽക്കാൻ കഴിയാതെ ഇങ്ങനെ വന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബത്ത് അവിടുന്ന് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, നിസ്കാരത്തിന്റെ കാര്യം ഇത് കേട്ടതോടെ അദ്ദേഹം രണ്ട് കണ്ണുകളും ഇങ്ങനെ തിരുമ്മി. ശേഷം ചോദിക്കുകയാണ്, എത്ര ജനങ്ങൾ എന്നെ ചോദിച്ചോ? മറുപടി അതാ അവരവിടുന്ന് പറഞ്ഞു, സ്വഹാബത്ത് എല്ലാവരും കൂടി പറഞ്ഞു, അതേ തങ്ങളെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചുണർത്തിയത് വരെ വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾ എന്നെ വിളിച്ചുണർത്തി വളരെ നന്നായി. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു അവകാശവുമില്ല എന്നതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നിസ്കരിക്കുന്നതിന്റെ ഇടയിലാ കുത്തിട്ടിയത്, നിസ്കരിക്കുന്നതിന്റെ ഇടയിലാണ് കുത്തു കിട്ടിയത്. പിടഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിലത്ത് വീണു. എല്ലാവരും ഉമർ തങ്ങളെ പെരീക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലെത്തിയിട്ട് ചോദിക്കാൻ എന്താ ഈ നിസ്കാരത്തിന്റെ കാര്യം, എന്താ ഈ നമസ്കാരത്തിന്റെ കാര്യം? പടച്ചവനെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഉമർ തങ്ങളെ ഓർമ്മപ്പെടുത്താൻ. നിസ്കാരമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങളെ ചോദിച്ചു, ആൾക്കാരൊക്കെ എന്നെ ചോദിച്ചിട്ടുണ്ടോ? ഉമർ എവിടെയെന്ന് ചോദിച്ചോ? ഉമറിന് എന്തേ പറ്റി എന്ന് ചോദിച്ചോ? അമീറുൽ മുഅ്മിനീൻ എന്താ പറ്റിയെന്ന് ചോദിച്ചോ? ആ ചോദിച്ചിട്ടുണ്ട് നബിയെ തങ്ങളെ. ഇത് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. കാരണം എന്താ? നിസ്കാരം ഒഴിവാക്കിയ മനുഷ്യന് യാതൊരുവിധ സ്ഥാനവും പിന്നെ പരിശുദ്ധമായ ദീനിലില്ല. ആരും ചോദിക്കൂല, ഓനോടാരും മിണ്ടൂല, ഓന്റെ പ്രശ്നങ്ങളല്ല. ആർക്കും അവന് ഒരു സ്ഥാനം കൊടുക്കാൻ കഴിയില്ല, ഒരു അമീറാക്കാൻ, ഒരു നേതാവാക്കാൻ അവനക്ക് പറ്റൂല എന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല എന്റെ പ്രിയമുള്ളവരെ അവർ ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്റെ പ്രിയമുള്ളവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട പരിശുദ്ധമായ സമയങ്ങളാണ്, ദിവസങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ ഈ പുണ്യമായ റജബിന്റെ മാസങ്ങളൊക്കെ. റജബിന്റെ മാസങ്ങൾക്ക് വളരെ വിശാലമായിട്ട് നമുക്ക് പറയാനുള്ളതാണ്. അല്ലാഹു തആല മനസ്സിലാക്കാനും പറയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കലൊരു മഹാനൊരു നദീതീരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ, ആ നദീതീരത്തിനരികിലൂടെ സഞ്ചരിക്കുമ്പോൾ പടച്ചവനെ അതാ തന്റെ ആ നദിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതാ അവിടെ ഏതൊക്കെയോ മത്സ്യങ്ങൾ ഇങ്ങനെ കടന്നു വന്നിട്ട് ആ മത്സ്യങ്ങൾ ഇങ്ങനെ വല്ലാതെ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് പടച്ച റബ്ബേ ചെറിയ ചെറിയ മത്സ്യങ്ങളെ മുഴുവനുമായിട്ട് ഇങ്ങനെ ഭക്ഷിക്കുകയാണ്, മറ്റു മത്സ്യങ്ങളെ ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ മനുഷ്യൻ, അവിടുന്ന് മഹാനായ മനുഷ്യൻ അവിടുന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നോക്കുകയാണ്, പടച്ചവനെ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇവർക്ക് ലഭിക്കുന്നില്ലയോ, അതുകൊണ്ടാണ് തന്റെ കൂടെയുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നത്. ഇവിടെ എന്തേ ക്ഷാമമാണോ എന്ന് വിചാരിക്കുമ്പോൾ എവിടെ നിന്നോ ശരീരം ഇങ്ങനെ കേൾക്കുകയാണ്. എന്താണ് ശരീരം എന്നറിയോ? ഒന്നുകൊണ്ടല്ല, അത് ക്ഷാമം കൊണ്ടല്ല, പ്രയാസങ്ങളെ കൊണ്ടല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയാസം അവിടെ നടന്നത്? അതാ അവിടെ എന്റെ പ്രിയമുള്ളവരെ ആ ശരീരം പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്തെന്നറിയോ? അതാ അവിടെ പറയുന്നു, നമസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത, നമസ്കരിക്കാത്ത ഒരാൾ കടന്നു വന്നിട്ട് ഈ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്, അതിന്റെ വല്ലാത്തൊരു കഴിപ്പ്, അഴുക്ക് ആ കാണുന്ന മത്സ്യങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ നദി മുഴുവനും നജസായിരിക്കാണ്, മോശമായിരിക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മറ്റുള്ള ചെറിയ മത്സ്യങ്ങളെ പിടിച്ചിട്ട് ഇത് ഭക്ഷിക്കുന്നത് എന്ന് ശരീരം ഇങ്ങനെ മുഴങ്ങി. എന്റെ പ്രിയമുള്ളവരെ, എന്താ പഠിപ്പിച്ചേ? നമസ്കാരം ഒഴിവാക്കി, നമസ്കാരത്തിന് ശ്രദ്ധല്ല, നമസ്കാരം ഒഴിവാക്കി ആ ചങ്ങാതി പോയിട്ട് നദിയിൽ നിന്നൊരു തുള്ളി വെള്ളം ഇങ്ങനെ കോരിയിട്ട് കുടിച്ചു. അവന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം മുറ്റി ആ നദിയിൽ വീണു. അതുവരെ നശിച്ചുപോയി. അതേപോലെ തന്നെ ചരിത്രത്തിൽ കാണാം,
ഒരു നിസ്കരിക്കാത്ത, നമസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു ചങ്ങാതി, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയി ഒരു നദിയുടെ അരികിലൂടെ ആ നദിയിൽ വെച്ചിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. പടച്ചവനെ, ആ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിക്കുന്നതിന്റെ ദിവസങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് അതിലൂടെ കടന്നു പോയൊരു മഹാപണ്ഡിതനായ മനുഷ്യൻ നോക്കുമ്പോൾ ഒരു സുന്ദരമായ പ്രദേശമായിരുന്നു അത്. ദിവസങ്ങളെ ആയിട്ടുള്ളൂ, വളരെ ചുരുങ്ങിയ ദിവസം, 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മഹാനായ മനുഷ്യൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല സുന്ദരമായ രീതിയിൽ നല്ല പച്ചപ്പ്, നല്ല കാണാൻ അഴകുള്ള പുഷ്പങ്ങൾ, കാണാൻ അഴകുള്ള ചെടികൾ, കാണാൻ അഴകുള്ള പടച്ചുറപ്പ് അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കാണാൻ എന്തൊരു ഭംഗിയായിരുന്നത്രേ. അങ്ങനെയുള്ള ഭംഗിയായ പരിശുദ്ധമായ സ്ഥലങ്ങളായിരുന്നു. ആ സ്ഥലത്തിലൂടെ കടന്നു പോവുകയാണ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, വളരെ ചുരുക്കമാർന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിലൂടെ തന്നെ ഇങ്ങനെ തിരിച്ചു പോരാണ്. ആ തിരിച്ചു പോരുന്ന സമയത്ത് അവിടെ വെള്ളമെല്ലാം വറ്റിക്കിടക്കുകയാണ്. ആ മനോഹരമായി കണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ, പ്രദേശങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പടച്ചവനെ, അവിടുന്ന് മഹാനായ പണ്ഡിതൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാ ഒരു അശരീരി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിന്റെ കാരണത്തെ കുറിച്ചിട്ട് അവിടുന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നറിയോ? നമസ്കരിക്കാത്ത, നമസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് തന്റെ കൈ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് വെള്ളം കുടിച്ചതാണ്. അതുകൊണ്ടാണ് നല്ല വിഭവ സമൃദ്ധമായ ഫലങ്ങളുള്ള മരങ്ങളെല്ലാം മുടങ്ങിപ്പോകുന്നു. പടച്ചുറപ്പേ, നല്ല അരുവികൾ വറ്റിപ്പോകുന്നു. തളിർത്ത് നിന്നിരുന്ന ചെടികളെല്ലാം മുടങ്ങിപ്പോകുന്നു. നല്ല സുന്ദരമായ കാണാൻ അഴകുള്ള പ്രദേശം കറുത്തുരുണ്ട, ഉണങ്ങി വരേണ്ട പ്രദേശമായി മാറുന്നു. നമസ്കാരത്തിന്റെ ശ്രദ്ധ കൊടുക്കാത്തവന്റെ അവസ്ഥയാണ് എന്റെ പ്രിയമുള്ളവരെ ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് തന്റെ വീട്ടിനകത്തേക്ക് നായക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പാത്രത്തിൽ പടച്ച തമ്പുരാനെ ഒരുത്തൻ അവിടുന്ന് ഭക്ഷണം കൊടുക്കാണ്, ഭക്ഷണം കഴിക്കാൻ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കാത്തവനാണ്. നായക്ക് പോലും അതിൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പഠിപ്പിച്ചു മഹാപണ്ഡിതന്മാർ. ആ ഒരു പാത്രത്തിൽ നായക്ക് പോലും നിസ്കരിക്കാത്തൊരു മനുഷ്യന് ഭക്ഷണം കൊടുത്തതാ. ഇനി ആ പാത്രത്തിൽ നായക്ക് പോലും ഭക്ഷണം നീ കൊടുക്കരുതെന്ന് തന്റെ ഭാര്യയെ പഠിപ്പിക്കാണ് മഹാന്മാർ. നിസ്കരിക്കാത്ത മനുഷ്യന്റെ അവസ്ഥ മനസ്സിലായോ? തന്റെ വീട്ടിൽ നിന്നൊരു പാത്രം എടുത്തിട്ട് അതിൽ ഭക്ഷണം കൊടുത്തപ്പോൾ ഇനി ഇത് നായക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഈ പാത്രത്തിൽ എന്ന് പറഞ്ഞ ആ പാത്രത്തെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ പണ്ഡിതന്മാർ. നിസ്കരിക്കാത്ത മനുഷ്യന്റെ അവസ്ഥയാണ്. നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുന്നു. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് കടന്നുപോയ മനുഷ്യൻ നാളെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോൾ പടച്ചവനെ, അവന്റെ മുഖം ഇങ്ങനെ കറുത്തിരുണ്ട് പോയിരിക്കാൻ. അവനിങ്ങനെ വല്ലാതെ അന്തം വിട്ട് അന്താളിച്ചു പോവാണ്. പടച്ചവനെ, എന്താണ് എന്റെ അവസ്ഥ? ഇങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ ഇവിടുന്ന് ധരിച്ചു പോകുന്നുണ്ട്. അവനിങ്ങനെ നരകത്തിലുള്ള അവസ്ഥ. അവനിക്കൊരു തെരുവുണ്ട് നിസ്കരിക്കാത്ത ആളുകൾക്ക്. അവിടെ ഇങ്ങനെ വല്ലാത്ത സർപ്പങ്ങളുണ്ട്. നിസ്കരിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ദാഹമാണ്. നമസ്കാരത്തെ ഒഴിവാക്കിക്കൊണ്ട് പടച്ച തമ്പുരാനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാതെ നടക്കുന്നവന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മോനെ, നരകത്തിൽ നിനക്കൊരു തെരുവുണ്ട്, നരകത്തിൽ നിനക്കൊരു തെരുവുണ്ട്. ആ തെരുവിന്റെ ഉള്ളറയിൽ നീ നിൽക്കുമ്പോൾ പടച്ചവനെ, നിനക്ക് വല്ലാത്ത ദാഹം വരികയാണ്, നിനക്ക് വല്ലാത്ത ചൂട് വരികയാണ്, നിനക്ക് വല്ലാത്ത പ്രയാസമാണ്. ആ പ്രയാസത്തിന്റെ ഉള്ളറയിൽ അല്ലാഹുവേ നീ ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ചവനെ, ആ സമയത്താണ് തന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത, തന്റെ ശരീരത്തിന്റെ വല്ലാത്ത ഒരു ചൂടിങ്ങനെ അനുഭവപ്പെടുകയാണ്, ദാഹമിങ്ങനെ അനുഭവപ്പെടുകയാണ്. അവിടുന്ന് നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അസ്റാർ. അവിടുന്ന് നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് പറയുന്നു,
ഒരു നിമിഷമെങ്കിലും ഒരു തുള്ളി വെള്ളം എനിക്ക് തരുമോ? എന്റെ തൊണ്ട ഇങ്ങനെ പറ്റിയിരിക്കുകയാണ്. പടച്ചറബ്ബേ, നമസ്കാരത്തെ ഒഴിവാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ട് അതാവിടുന്ന് പറയുകയാണ്, ഒരു തുള്ളി വെള്ളമെങ്കിലും എന്റെ വായ്ക്കകത്തേക്ക് ഒഴിക്കാൻ നിങ്ങളൊന്ന് തരുമോ? ഒരു മയങ്ങാനും നിങ്ങൾ വർഷിപ്പിച്ചു തരുമോ? അവിടുന്ന് സങ്കടത്തോട് കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ പടച്ചവനെ മുകളിലേക്ക് നോക്കുമ്പോ ഒരു മയക്കാറ് പോലെ തോന്നുകയാണ്. ഒരു മയക്കാറ് പോലെ തോന്നുകയാണ്. അവൻ വിചാരിക്കുന്ന മഴ ഇതാ പെയ്യുകയാണ്. അവർക്ക് വല്ലാത്ത സമാധാനമാവുകയാണ്. അവരെല്ലാവരും പടച്ചവനെ ആശ്വാസം കൊള്ളുകയാണ്. അല്ലാ അല്ലാ. പിന്നീട് ആ കാർമേഘങ്ങൾ ഇങ്ങനെ കറുത്തുരുണ്ടുകയാണ്. അവർ നോക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത സമാധാനം കണ്ടു. അവരതാ പടച്ചവനെ നോക്കുന്ന സമയത്ത് അതിലൂടെ താഴേക്ക് ഇറങ്ങുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ മയക്കാറിലൂടെ നമ്മളൊക്കെ കാണുന്നത് സുന്ദരമായ പടച്ചറബേ മയത്തുള്ളികളാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പടച്ചവനെ മഴയെ ചോദിക്കുമ്പോൾ പടച്ചു തമ്പുരാന് തരുന്ന മഴ എന്തെന്നറിയോ? അതിൽ പാമ്പുകളാണ്, വിഷമേറിയ തേളുകളാണ്. അല്ലാഹുവേ, വിഷം ചീറ്റുന്ന പാമ്പുകളും തേളുകളുമാണല്ലോ. ആ പാമ്പുകളും തേളുകളും അവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ ഇങ്ങനെ കൊത്തുകയാണ്. അവന്റെ ശരീരത്തിൽ വിഷം ഇങ്ങനെ വല്ലാതെ ഊർന്നു കയറുകയാണല്ലോ. ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെയെല്ലാം ഈ സർപ്പങ്ങള് തേളുകൾ കൊത്തിയ അവിടുന്ന് വിഷം ഇങ്ങനെ ചീറ്റിക്കിടക്കുകയാ. ശരീരത്തിലൂടെ ആകെ വിഷം ഇങ്ങനെ ചീറ്റിക്കിടന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നീര് വന്ന് വീർക്കുകയാ. പടച്ചവനെ, എന്നിട്ട് അവന്റെ ശരീരമതാ അടർന്നടർന്ന് ചാടുകയാണ്. എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ അടർന്ന് ചാടുകയാണ്. വീണ്ടും അല്ലാഹു തആല തന്റെ ശരീരത്തെ അതാ പഴയ രൂപത്തിലേക്ക് മാറ്റുകയാ. വീണ്ടും ഈ സർപ്പങ്ങൾ നിന്റെ ശരീരത്തിലൂടെ കൊത്തുകയാണ്. നിസ്കരിക്കാത്തവന്റെ ശരീരത്തിലൂടെ കൊത്തുകയാണല്ലോ. റബ്ബേ, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവന്റെ ശരീരത്തിൽ വിഷം ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അവനിക്ക് എന്ത് ചെയ്യണമെന്ന് പടച്ചവനെ പറയാൻ കഴിയില്ല. അവൻക്കറിയാൻ കഴിയില്ല. അവൻ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ അല്ലാ അല്ലാ അവിടുന്നതാ അല്ലാഹുവിനോട് പടച്ചറബ്ബേ അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് കെഞ്ചുകയാണല്ലോ. അവിടുന്ന് പടച്ചറബ്ബിന്റെ മുമ്പിൽ അവിടുന്ന് കരയുകയാണല്ലോ. അതാ പടച്ച തമ്പുരാനോട് വീണ്ടും അവിടുന്ന് വെള്ളത്തെ ചോദിക്കുകയാണ്. അല്ല എടുത്തു കൊടുക്കുന്ന വെള്ളം എന്തെന്നറിയോ? തന്റെ നരകവാസികളായ ആളുകളിലെ ശരീരങ്ങൾ ഇങ്ങനെ കത്തിച്ചിട്ട് അവിടെ ശരീരത്തിൽ നിന്ന് ഒഴുകി പോകുന്ന ചീഞ്ചലമുണ്ടാകും. അവിടെ ശരീരത്തിൽ നിന്ന് ഒഴുകി പോകുന്ന ചീഞ്ചലമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു പാത്രത്തിലേക്ക് ആക്കിക്കൊണ്ട് തന്റെ ജനങ്ങൾ നരകവാസികളുടെ മുമ്പിലേക്ക് കൊടുക്കുകയാ. ഹമീം എന്ന് പറയുന്ന ചീഞ്ചലമതാ അല്ലാഹു തആല അവർക്ക് കൊടുക്കുമ്പോ ദാഹത്തിന്റെ കാഠിന്യത്താൽ എന്ത് തന്നെ ദുർഗന്ധമാകട്ടെ പടച്ചവനെ അവരത് ആരിക്കോരി കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പടച്ചവനെ ഇതങ്ങ് കുടിക്കുമ്പോ അല്ലാഹുവേ അവിടെ വായ മുഴുവനും പൊള്ളി മുറിയാവുന്നുണ്ട്. അവിടെ ഈ ജലമൊക്കെ എത്രത്തോളമാണ് പടച്ചവനെ ഒരുക്കി പോകുന്നത്. ആ ഭാഗം മുഴുവനും വെന്തുരുകി മാറുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പഠിപ്പിക്കാൻ നാളെ നരകവാസികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയുടെ ചെറിയൊരു ഭാഗമാണിത്. അല്ലാഹു തആല കഠിനമായ തണുപ്പ് കൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കുന്നുണ്ട്. ഇവിടുന്ന് ചില തണുപ്പുകൾ നമുക്ക് സഹിക്കാൻ കഴിയോ? ഇല്ല. മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ കട്ടകളായിട്ട് പടച്ചുറപ്പെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ട് കട്ടകളായിട്ട് നിൽക്കുന്ന കാണും. അവിടേക്ക് ചെന്നാൽ നമ്മളെ തണുത്ത് വിറച്ച പല അസുഖങ്ങൾ ഉണ്ടാകും, പല പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനേക്കാളും തണുപ്പ് കൊണ്ടും അല്ലാഹു തആല നമ്മെ നാളെ നരകത്തിൽ ശിക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം